കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് നോൾട്ട ആൻഡ് യൂണിറ്റേസ് കോ പ്രസന്റ് ഒന്നൊന്ന് രുചി, കോ പവേർഡ് ബൈ സൺ ടിപ്സ് ആൻഡ് 916 കോക്കോ ആൻഡ് കോക്കനട്ട് ഓയിൽ. സ്പെഷ്യൽ പാർട്ട്ണർ അമിയോൺ ആൻഡ് അവർ ഡയറി പാർട്ട്ണർ പഴശ്ശി ആൻഡ് അവർ എഡ്യൂക്കേഷൻ പാർട്ട്ണർ മൂന്നാർ കാറ്ററിംഗ് കോളേജ്. നമസ്കാരം. ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അനൂപ് കൃഷ്ണനാണ്. നമുക്ക് അനൂപ് കൃഷ്ണനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. ഹലോ, നമസ്കാരം ബ്രോ. നമസ്കാരം. ഭയങ്കര സന്തോഷം, ഹാപ്പി. എനിക്ക് ഒരുപാട് സന്തോഷം, ഹാപ്പി. കാരണം ഈ വന്നിരിക്കുന്ന ഞാൻ ഒരുപാട് ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ ടേസ്റ്റുകളെല്ലാം വിരൽ തുമ്പുകൾ കൊണ്ട് മാജിക് ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്തേക്ക് എത്തിയിരിക്കും. നമ്മൾ ഇതിനകത്ത് ഈ ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ ഇയാൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി ചൂസ് ചെയ്യുന്നവരുടെ പേരാണ് ഇങ്ങനെ വരുന്നത്. നന്നായിട്ട് ഭക്ഷണം കഴിക്കും, നല്ല കഴിക്കുന്ന ആളാണ്. അതെ അതെ അതെ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരെയാണ് നമുക്ക് ഇഷ്ടം. അവരെ കൊണ്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഏതെങ്കിലും ഒരു ഡിഷ് അവരുടെ കൊണ്ടുവന്ന്. അപ്പൊ ഇന്ന് എന്താണ്? അങ്ങയുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് നിർവാണ. അയ്യോ, യുടെ നിർവാണയുടെ ഒരു അകന്ന ബന്ധു. അതിന് ഫിഷിന് പകരം ഞാൻ ബ്രിഞ്ചാൽ വഴുതനങ്ങയാണ് ഉപയോഗിക്കുന്നത്. എന്റെ പൊന്നോ, ഇത് കൊള്ളാം. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഞാനത് എൻ്റെ വൈഫിന് വേണ്ടിയിട്ട്, അവള് നോൺ വെജ് ഒന്നും കഴിക്കില്ല, അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്ന അവൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ഈ ഫിഷ് നിർവാണയ്ക്ക് പകരം വഴുതനങ്ങ നിർവാണ. ഐ കാൺ വെയിറ്റ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു, വഴുതനങ്ങ വെച്ചിട്ട് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർവാണ ഉണ്ടാക്കി. ആ റെസിപ്പി നമുക്ക് കാണാം. ഇൻഗ്രീഡിയൻസ് വരട്ടെ. അനൂപിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വന്നു. നമ്മളെ ഞെട്ടിക്കാനായിട്ട് വഴുതനങ്ങ നിർവാണയാണ്. അത് ഇദ്ദേഹം ഈ വഴുതനങ്ങ നിർവാണ ആർക്കുണ്ടായിക്കൊണ്ടെന്ന് പറയാം, ഭാര്യ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരത്തി വെജിറ്റേറിയൻ ആയതുകൊണ്ട് വീട്ടിലൊക്കെ കരിമീനൊക്കെ വെച്ച് സ്വന്തമായിട്ട് നിർവാണയൊക്കെ കഴിച്ചു. അപ്പോൾ ആ പരാതി പരിഹരിക്കാൻ പുള്ളി റിസർച്ച് ചെയ്തു. വഴുതനങ്ങ, ചേന, ചേമ്പ്, മത്തങ്ങ എന്ന് വേണ്ട ഇതൊക്കെ വെച്ച് പുള്ളി വീട്ടിൽ അതായത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ മുന്നിൽ പോയി എന്നിട്ട് ഞാൻ നന്നായിട്ട് അഭിനയിക്കും എന്നൊക്കെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം അങ്ങയുടെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ പല ഷോസിലും ഒന്നൊന്നര രുചിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ അങ്ങയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റത്തിന്റെ വേറൊരു റിപ്ലിക്ക ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിൽ വലിയ ചലഞ്ച് വേറെ ഒന്നുമില്ല. പക്ഷെ ചലഞ്ച് എടുക്കട്ടെ. എന്നാലും എനിക്കത് എൻ്റെ കൺസെപ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഭാര്യയെ സന്തോഷിപ്പിക്കുക. നമ്മളാ എന്താണ് നമ്മുടെ ഭീമസേനൻ, അയ്യോ അങ്ങനെ ചെയ്ത പോലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വഴുതനങ്ങ വീട്ടിൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് പുള്ളി ട്രൈ ചെയ്തത്. അത് ഇഷ്ടപ്പെട്ടാണ്ട് ഇവിടെ ചെയ്യാണ്. അപ്പൊ അല്ലയോ ഭീമസേന, നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആക്ച്വലി ഞാൻ ശ്രമിക്കുന്നത് ഇതാണ്. വൈഫിന് ഇത് ഇഷ്ടമായിരുന്നു? ഇഷ്ടമായി. അവൾ ഈ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ദിവസം ആണ് ഞാൻ കത്തിച്ചോളാം. ഒരു ദിവസം അങ്ങനെ ശ്രമിച്ചു നോക്കിയതാണ്. വെളിച്ചെണ്ണ ഇത് കുറച്ച് നിർവാണയിൽ കുറച്ചുകൂടെ പുള്ളി ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. ഒണിയനും കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്തിട്ട് ഇടുന്നു. അതിനുശേഷം ഈ തക്കാളിയൊക്കെ ഗ്രില്ല് ചെയ്ത് ഒരു കോണ്ടിനെന്റൽ സ്റ്റൈലിലുള്ള നിർവ്വാണയൊക്കെയാണ് കേട്ടോ. അതിൽ ഏറ്റവും രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഇംപ്രവൈസ് ചെയ്യാന്ന് പറയുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറിജിനൽ ആയിട്ടുള്ള സംഭവത്തിന്റെ ടേസ്റ്റ് കിട്ടില്ല എന്നുള്ള 100% ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് എന്റേതായിട്ടുള്ളൊരു സാധനം അവതരിപ്പിക്കാലോ. അപ്പൊ ആക്ച്വലി നമുക്ക് വഴുതനങ്ങ വെച്ചതിന് ശേഷം കുറച്ച് മസാല വെച്ചിട്ട്, വീട്ടിൽ പിന്നെ അപ്പൊ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനില്ല, നമുക്ക് ഈ വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. വളരെ കുറച്ച് മതി നമുക്ക്. ഈ ഒനിയൻ ഇട്ടിട്ട് അത് ഇങ്ങനെ ക്ലിയറായി കിട്ടാൻ, ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ ഏറ്റവും നല്ലത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു അതൊക്കെ എനിക്കറിയാം കേട്ടോ. ഇട്ട് കൊടുക്കുക അല്ലേ കുറച്ച്. ഇതില് കുറച്ച് സ്പൈസസ് കുറച്ച് സ്പൈസസ് നമുക്ക് വേണം. ഞാൻ എൻ്റെ കൈ ഉപയോഗിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല കുക്ക് ചെയ്യുന്ന ആൾക്കാർ കൈ കൊണ്ടാണ് അളവെടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാണെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടി വേണം. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് എൻ്റെ. യെസ്, വേണമെങ്കിൽ സ്റ്റീം ചെയ്തും ചെയ്യാറുണ്ട് അല്ലേ? സ്റ്റീം ചെയ്തിട്ട്, കാരണം ഈ സ്കിൻ ഇങ്ങനെ നാശാവാതെ കിട്ടാൻ.
നമുക്ക് ആ കത്തി എടുത്തതിൻ്റെ ഇല സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാര്യ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരാറുണ്ടോ? അയ്യോ, അവള് നല്ല അടിപൊളിയായിട്ട്. പക്ഷേ വെജിറ്റേറിയൻ ആണ്. പക്ഷെ അതിൽ ഒരു ഇപ്പം അടുത്തുണ്ടായ ഒരു വലിയ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആശാത്തി നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചു. ചെറിയ ഉള്ളി കനലിലൊക്കെ ചുട്ട്. അങ്ങനെ എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചതാണ് സംഭവം. പക്ഷെ എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനും അച്ഛനൊക്കെ ശരിക്കും ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഇല്ലാത്തൊരു സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. നിർബന്ധമായിട്ട് ഭയങ്കരമായിട്ട് വേണം നമുക്ക്. അങ്ങനെ വഴുതനങ്ങ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഗ്രില്ല് ചെയ്ത് ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉള്ളിക്കകത്തിട്ട് ഇനി നിങ്ങളുടെ പച്ചമുളക് കൂടെ കുറച്ചിടാം അല്ലേ? പച്ചമുളക് വേണം. വേറെ എന്തായിരുന്നു? എനിക്ക് ഇതിലേക്കാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇട്ടോ ഇതിനകത്ത് തന്നെ ഗ്രില്ലായിക്കോളൂ. യെസ്, ആക്ച്വലി വെളുത്തുള്ളി കൂടി ഞാൻ ഇതിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വെച്ചതുകൊണ്ടേ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ അത് ഇതിനകത്ത് തന്നെ ചേർക്കാം. അപ്പോൾ അത് കുക്കാവും. ഓക്കെ ഓക്കെ ഓക്കെ. അനൂപിൻ്റെ ആക്ടിങ് ഇപ്പോൾ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചു പറഞ്ഞ ലീഡ് റോളിൽ വരാനിരിക്കുന്നു. അത് ആ വിശേഷങ്ങളൊക്കെ പറയുക. ഇനിയിപ്പോൾ വരുന്ന പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലീസ് വെരി സൂൺ വരുന്നത് രാമരാജ്യമാണ്. ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം എന്ന് പറഞ്ഞ പടമാണ്. അതിൻ്റെ ഇനി അടുത്തത് 2BHK പറഞ്ഞിട്ടൊരു OTT മൂവി വരുന്നുണ്ട്. 2BHK ചെയ്യേണ്ട ആവശ്യം വരില്ല. കുരുമുളക് പൊടി ആയിരിക്കും അല്ലേ? യെസ്, അത് ഇതുപോലെ വെതർ ഇടുന്നതായിരിക്കും നല്ലത്. കേട്ടോ, എല്ലായിടത്തും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അനൂപിൻ്റെ അഭിനയം നമുക്കറിയാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂടാണ്ട് എന്തൊക്കെയാണ് ഹോബീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഒഴിവ് സമയങ്ങളിലൊക്കെ കിട്ടുമ്പോൾ? ക്രിക്കറ്റ് കളിക്കും. ആണോ? ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് കളിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ യാത്രകൾ, പരിപാടികൾ, അത് താല്പര്യം. ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ? അങ്ങനെയല്ല, പോയതിൽ ഉത്തരാഖണ്ഡൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ ലാൻഡ്സ്കേപ്പ് അല്ലാത്ത വേറൊരു സ്ഥലമാണല്ലോ. പിന്നെ അബ്രോഡിൽ പോയാൽ സിംഗപ്പൂർ ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താ പറഞ്ഞാൽ അവിടുത്തെ ക്ലെൻലിനെസ് ആണ്. ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും അവിടെ. ഇത്ര വലുതാവുമ്പോഴേ സിംഗപ്പൂർ ഭയങ്കര ഇഷ്ടമായി. ഇനി വൈഫിനെ കൊണ്ട് പോകണം എന്ന് ആഗ്രഹം. US അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നടക്കട്ടെ. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നാട്ടില് മറയൂരൊക്കെ പോയിട്ടുണ്ട്. അവിടെ മഡ് ഹൗസ് ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും പ്രശസ്തി എന്താണെന്ന് അറിയില്ലേ? മറയൂർ ശർക്കര. അയ്യോ, ബേസിക്കലി ടേസ്റ്റുമായിട്ട് ബന്ധമുള്ള പല സാധനങ്ങളിലേക്കും കണക്ട് ചെയ്യുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണങ്ങൾ എടുക്കാൻ, ലോക്കൽ ഫുഡുകൾ അവിടുത്തെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉത്തരാഖണ്ഡ് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവിടുത്തെ ഒരു പട്ടാമ്പിയാണ്, പാലക്കാട് സ്വദേശിയാണ്. പാലക്കാടത്തെ ഭക്ഷണ രീതികൾ നമുക്കറിയാം. നിങ്ങളത് കൂടാണ്ട് ഇപ്പൊ സിനിമ അല്ലെങ്കിൽ ഷൂട്ടിംഗ് അങ്ങനെ പല ബന്ധമായിട്ട് പലയിടത്തും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ ഭക്ഷണത്തെ വെച്ച് നോക്കിയാൽ എല്ലാവർക്കും അവരവരുടെ നാട്ടിലെ ഭക്ഷണമായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട. ആ നിലയിൽ പാലക്കാടൻ ഭക്ഷണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതല്ലാതെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കേരളത്തിലെ പാലക്കാട് എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാ ഫുഡിലും കുറച്ച് സ്പൈസസ് കുറച്ച് കൂടുതലാണ്. ലൈക്ക് എരിവ് കുറച്ച് കൂടുതലുണ്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മലബാർ സ്റ്റൈൽ ഫുഡ്. മലബാർ സ്റ്റൈലാണ്. ഈ നോൺ വെജിനോടുള്ള പ്രിയം കൊണ്ട് തന്നെ കോഴിക്കോട് പോകുമ്പോഴുള്ള അവിടുത്തെ ദം ബിരിയാണി അല്ലെങ്കിൽ തലശ്ശേരിയുടെ ബിരിയാണികളും ബീഫ് ബിരിയാണികളൊക്കെ അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അത്
വളരെ പല പല സാധനങ്ങൾക്കും പല പാത്രങ്ങളൊക്കെ. ഇത് കണ്ടല്ലോ, പാലൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈസിയായി ട്രൈ ചെയ്യാം. വഴുതനങ്ങ പ്രത്യേകിച്ച് ഈ ഒരു പർപ്പിൾ കളറുള്ള വഴുതനങ്ങ അതാണ് ഇതിന്റെ ഏറ്റവും നല്ല രസം. അതിന്റെ കളർ ഗ്രീൻ അല്ല, അത് നമ്മുടെ സ്പാനിഷ് ഓബർജിൻ എന്നാണ് അതിന്റെ പേര്. പക്ഷെ നമ്മുടെ നാട്ടിലായിട്ട് കിട്ടും ആ വഴുതനങ്ങ. ഇതിന്റെ കൂടെ കുറച്ച് ഒക്ര എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക രണ്ടും കൂടെ ചോയ്സ് ചെയ്ത് ഗ്രില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പച്ചക്കറി കഴിക്കുന്നവർക്കൊക്കെ ഈ ഡിഷ് ഭയങ്കര രസമായിരിക്കും. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റും. ആക്ച്വലി എന്റെ കണ്ടുപിടുത്തം നല്ലതാണ്. അമേസിംഗ് ഡിഷ് ഇതായി ഏകദേശം ഓൾമോസ്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് വഴുതനങ്ങ നമുക്ക് കാണാം. കണ്ടല്ലോ, അതിനകത്ത് തക്കാളി വന്നു. സോൾട്ടൊക്കെ അങ്ങനെ സോൾട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ ഉണ്ടാക്കിയ സാധനം ഉറപ്പായിട്ടും. ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഈ എക്സാമിനേഷൻ എഴുതാൻ പോണതിന്റെ മുമ്പ് ട്യൂഷൻ കിട്ടില്ലേ, അതേപോലെ ഇങ്ങനെയാണ് ടേസ്റ്റ് നോക്കുന്നത്. അങ്ങനെ നോക്കിയോ, ഒരു കുഴപ്പമില്ല. ഉപ്പൊക്കെ ആണോ? ആക്ച്വലി ഇതായിരുന്നു ഇതിന്റെ ടേസ്റ്റ്. ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഞാൻ ഉണ്ടാക്കുമ്പോ ലൈക്ക് ഇതിന്റെ വേറെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് വരിക. പക്ഷേ താങ്ക് യു, ഇതിവിടെ ട്രൈ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അതിന്റെ കൂടെ അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ്, കാരണം ആ ഫിഷ് നിർവാണയുടെ ആ ടേസ്റ്റ്. അതെ. കാരണം ഇത് ഇപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ഇന്നോവേഷൻ ആണ്. ആ ഓണിയൻ സോട്ട് ചെയ്തിട്ട്, അതുപോലെ ചെറിയ ഉള്ളി സോട്ട് ചെയ്തിട്ട്. നമ്മുടെ ഇതിനകത്ത് ഉള്ളിയൊന്നും ഇല്ല. അപ്പൊ ഈ ഉള്ളിയൊക്കെ പച്ചക്കറി ആകുമ്പോൾ, മറ്റേത് സാധാരണ ഒരു ഫിഷ് ആകുമ്പോൾ ഫിഷിന്റെ ഒരു സ്വാഭാവികമായ രുചിയുണ്ട്. ഈ പച്ചക്കറിയിൽ ടേസ്റ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. അയ്യോ, അത് മാത്രമല്ല, അതില് ഈ നമ്മുടെ നാട്ടില് പച്ചക്കറിയിൽ വിഭവങ്ങൾ കുറവാണ്. അതെ, അങ്ങനെ വഴുതനങ്ങ നിർവാണ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഓക്കെ, കാണാം. എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ തന്നെ നമ്മളങ്ങ് ടേസ്റ്റ് ചെയ്യാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിനകത്ത് വേറെ ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. ഓൾറെഡി ആ ഗ്രില്ല് ചെയ്ത ഫ്ലേവർ, നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴുതനങ്ങ സ്പ്ലിറ്റ് ചെയ്ത് അദ്ദേഹം സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, റെഡ് ചില്ലി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്ത് മറിനേറ്റ് ചെയ്തിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഓണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തു, ചെറിയ ഉള്ളി ചേർത്തു, പച്ചമുളക് എല്ലാം ഗ്രിൽഡ് ചെയ്തിട്ട് എല്ലാം ഈ പാലിനകത്ത് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു എക്സ്ട്രാ ഫ്ലേവർ ഇതിനകത്ത് ഉറപ്പായിട്ടും. എന്റെ ഒരു ഡിഷിന് ആരാണ് ഈ പറയണേ എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്യാണ്. അടിപൊളി. സത്യമായിട്ടും നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കാൻ താല്പര്യമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതെ, അമേസിംഗ് ആണ്. വന്നതിന് സ്ഥിതിക്ക് നമുക്കൊരു സമ്മാനമുണ്ട്. ആ സമ്മാനം ഇവിടെ വാങ്ങിക്കാം. താങ്ക് യു. ആദ്യം തന്നെ അമിയോന്റെ ഒരു സാൻഡ്വിച്ച് മേക്കറാണ്. ഇത് നിങ്ങൾക്കല്ല, വൈഫിനുള്ള. ആയിക്കോട്ടെ, കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ 2 സാധനമുണ്ട്. അതിനോടൊപ്പം 916 കോക്കോ ബ്രാൻഡിന്റെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നിർമ്മാണം കഴിക്കാം ഉറപ്പായിട്ടും. അതിനോടൊപ്പം തന്നെ യൂണിക് ടേസ്റ്റിന്റെ കറി സ്പൈസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നമ്മുടെ പ്രേക്ഷകരോട് ഒരു 2 വാക്ക് പറഞ്ഞോളൂ. ഇത് ആക്ച്വലി ഈ ഗിഫ്റ്റ് ഒക്കെ വലിയ നല്ല നല്ല ഗിഫ്റ്റുകളാണ്, വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു നിർവ്വാണയുണ്ടല്ലോ, അതെന്തോ ആയിരുന്നു, ഇതായിരുന്നു നിർവ്വാണ. അപ്പോൾ എന്തായാലും അതിന് ആ ഒരു ഗിഫ്റ്റിനാണ് ഞാൻ ആദ്യം നന്ദി പറയണം. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം വെജിറ്റേറിയൻസിന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന് ഇതിൻ്റെ ടേസ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതേ രീതിയിൽ ഞാനൊന്നും കൂടി ട്രൈ ചെയ്യും ഇനി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി. ഇതൊരു മട്ടൻ കറിയാണ്. ഈ മട്ടൻ കറി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി, ചോറ്, പൊറോട്ട, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു നല്ല റെഡ് കളറിലുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിത് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാം. ഇനി എളുപ്പത്തിന് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ഈ മട്ടൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മട്ടൻ നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് ചെറിയ ഉള്ളി ഉപ്പുമായിട്ട് ഒരു 5 വിസിൽ, അല്ലെങ്കിൽ ആ മട്ടൻ്റെ മൂപ്പ് അനുസരിച്ച്, ചില ഇളം മട്ടനൊക്കെ ആണെങ്കിൽ 2 വിസിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് മട്ടൻ വേവുന്നതനുസരിച്ച് വയ്ക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും മഞ്ഞപ്പൊടിയും ഉപ്പുമായിട്ട് അതിൻ്റെ വെള്ളത്തോട് കൂടി നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെക്കണം. ഇതൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലൊക്കെ ഈ കറി ചെറിയ അളവിൽ, ചെറിയ വീട്ടിലൊക്കെ 4-5 പേരൊക്കെ ഉള്ളെങ്കിൽ ഇതേപോലെ ചട്ടിക്കകത്ത് ഉണ്ടാക്കിയ ഒരു എർത്തി ഫ്ലേവറൊക്കെ ഈ കറിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മൺചട്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാനിനകത്ത് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിക്കാം. അതുപോലെ ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ചെറിയ ഉള്ളിയും സവാള ഉള്ളിയും തുല്യ അളവ്, എത്രമാത്രം ചെറിയ ഉള്ളി ഉണ്ടോ അത്രമാത്രം ഈ കറിക്ക് സ്വാദ് കൂടും. അപ്പോൾ ചെറിയ ഉള്ളി നമ്മളിട്ടു. അതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള,
ഉള്ളി നന്നായിട്ട് വാടുന്ന സമയത്ത് ഈ കറിക്കൊക്കെ ഒരു പ്രത്യേകിച്ച് ഇറച്ചി വർഗ്ഗമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഗരം മസാല ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ഗരം മസാല അതാത് സമയത്ത് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ചൂടാക്കി പൊടിച്ച് ചേർത്താൽ ഈ കറിക്ക് ഒരു അസാധ്യമായിട്ടുള്ളൊരു വാസനയാണ്. ഇത് ഗരം മസാല ഉണ്ടാക്കി വെക്കുന്നതനുസരിച്ച് ഇതിൻ്റെയൊക്കെ ഒരു സുഗന്ധം അല്ലെങ്കിൽ അതിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയി പോകും. അപ്പോൾ തീർച്ചയായിട്ടും ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതാത് സമയത്ത് ചെറിയ അളവിലെടുത്തിട്ട് ഈ മിക്സിയിൽ കുറച്ച് അളവൊക്കെ പൊടിച്ചെടുക്കാൻ പ്രയാസമാണ്. അതല്ലെങ്കിൽ തന്നെ നമുക്കിങ്ങനെ ഇടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് തരിതരിയായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 2-3 ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കുന്ന രീതിയിലായിരിക്കണം ഗരം മസാല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള ഗരം മസാലയും ഇതിനോടൊപ്പം തന്നെ ചൂടാക്കി എടുക്കാം. നമ്മൾ കേരള ഗരം മസാല ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ ഒരു മെയിനായിട്ടുള്ളത് ഏലക്കയും പെരുംജീരകവും തുല്യ അളവിൽ വേണമെന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്രമാത്രം ഏലക്ക എടുക്കുന്നോ അതിൻ്റെ അതേ അളവിൽ അതിന് തൊട്ട് കുറവായിട്ട് കറുകപ്പട്ട സിനമൺ സ്റ്റിക്കാണിത്. അതിനോടൊപ്പം ഒരു 2 തക്കോലം സ്റ്റാർ നൈസ് എന്ന് പറയുന്ന 2 തക്കോലം ഇട്ടു. ഒരു 2-3 ഗ്രാമ്പു, ലേശം കുരുമുളക്. ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതൊന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ പെരുംജീരകത്തിൻ്റെയും ഏലക്കയുടെയും അതുപോലെ ഗ്രാമ്പൂൻ്റെയൊക്കെ ആ വാസന ഇങ്ങനെ വരും. അത് പൊടിച്ച് ഫ്രഷായിട്ട് ചേർക്കുമ്പോഴാണ് ഈ കറിക്കൊരു ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഉള്ളി അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മസാലകൾ ചേർക്കാം. അതിനു മുമ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ടു, ഇഞ്ചി പേസ്റ്റും ഇട്ടു, പച്ചമുളക്, ഇനി ഇതിൻ്റെ സ്പൈസ് ആഡ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മുളക് പൊടി നമ്മൾ ഇതിനകത്ത് ഇപ്പം ചേർക്കില്ല. മുളക് പൊടി ഏറ്റവും അവസാനം എണ്ണയ്ക്കകത്ത് വയറ്റിയാണ് ചേർക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അന്നേരം പറയാം. അപ്പോൾ ആദ്യം വേണ്ടത് മല്ലിപ്പൊടി ആവശ്യാനുസരണം. ഇത് ഞാൻ ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യാനുസരണം കല്ലുപ്പിടുകയാണ്. കറിവേപ്പില, അതിനോടൊപ്പം ഇനി ഈ വേവിച്ച് വെച്ച മട്ടൻ ചേർത്ത് ഒന്നുകൂടെ ഈ ഉള്ളിയോടൊപ്പം ചേർത്ത് തിളപ്പിക്കുകയാണ്. ചെറിയ ഉള്ളിയൊക്കെ അതിനോടൊപ്പം തന്നെ ഉണ്ട്. നമുക്ക് കാണാം ഇതുപോലെ ചെറിയ ഉള്ളി ബോയിലായപ്പം ഇറച്ചിയോടൊപ്പം തന്നെ ചെറിയ ഉള്ളി ഇതേപോലെ ഇങ്ങനെ ബോയിലായിരിക്കും. ഇത് കറിക്കകത്ത് കഴിക്കാൻ അസാധ്യമായ രുചിയായിരിക്കും. ഇനി കറി നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് മട്ടൻ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇറച്ചി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മസാല മുളക് പൊടി ചേർക്കുന്നത്.
അത്യാവശ്യം നല്ല എരിവുള്ള മട്ടൻ കറിയാണ്. ഇത് നിങ്ങൾക്ക് നിറം കാണുമ്പോൾ തന്നെ അറിയാം, നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. ഇനി ഈ കറി റെഡിയാണ്. അപ്പോൾ ഇറച്ചി വെന്തു, അതിൻ്റെ ഉള്ളിയും മസാലയൊക്കെ ആയിട്ട് അവസാനമാണ് ഈ മുളക് പൊടി ചേർത്ത് ഒരു 5 മിനിറ്റ് ചെറിയ ചൂടിൽ വെക്കുന്നു. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് തണുത്തതിന് ശേഷം ഈ കറി ഉപയോഗിക്കാം. നല്ല ചുമന്ന നിറത്തിലുള്ള സ്പൈസി മട്ടൻ കറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.